ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 4-ാം അധ്യായം ഐക്യതയിൽ നടക്കുക ഉം, എന്ന ഉം, ഐക്യതയിൽ നടക്കുവാൻ ആണ് നമ്മൾ 4-ാം അധ്യായം 5-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഐക്യതയിൽ നടക്കാനായിട്ട് ദൈവം നമുക്ക് ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിച്ചു. ദൈവം നമ്മൾ കുറച്ച് കൃപകൾ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐക്യതയിൽ നടക്കണമെങ്കിൽ നമ്മൾ എല്ലാവരിലും പൊതുവായിട്ടുള്ള കുറെ അടിസ്ഥാന സംഗതികൾ ദൈവം വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഐക്യതയിൽ നടക്കണമെങ്കിൽ സഭ ഐക്യതയിൽ നടക്കണമെങ്കിൽ അതിൽ സഭയിൽ കൃപാവരങ്ങളും കൊടുത്തിരിക്കുന്നു. കൃപാവരങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് കൃപാവരം ഉള്ള ശുശ്രൂഷകരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു എന്ന്, നേതൃത്വ സ്ഥാനങ്ങളെ ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പഠിച്ച് സഭയിൽ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പഠിച്ചത്. അത് നാം എല്ലാവരും വിശ്വാസത്തിൽ വളരണം. സഭയിലെ ഓരോ അംഗങ്ങളും വിശ്വാസത്തിൽ വളരണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത ഉണ്ടാകണം എന്ന് പറഞ്ഞ് എല്ലാവരും ദൈവത്തെ അറിയണം. എല്ലാവരും ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ വളരണം. തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം. എല്ലാവരും ആത്മീക വർധന പ്രാപിക്കണം. ഒരാൾ മാത്രമല്ല, എല്ലാവരും ആത്മീയ വർധന പ്രാപിക്കണം. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണം. പിന്നെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ആത്മീയ വർധനയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം ഒരുമിച്ച് ചേരുമ്പോൾ ആത്മീയ വർധന ഉണ്ടാകണം, പക്വത ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് കൃപകളെയും കൃപാവരങ്ങളെയും എല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളെ ദൈവം വെറുതെ നമ്മളെ രക്ഷിച്ച് നമ്മളെ തന്നെ അങ്ങ് വിട്ടേക്കല്ല ചെയ്യുന്നത്. നമ്മളിൽ കൃപ തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ഓരോ സ്ഥാനത്തും ആവശ്യമായ നേതൃത്വം തരുവാനായിട്ടും ലീഡർഷിപ്പ് തരുവാനായിട്ടും നമ്മൾക്ക് ആത്മീയമായി വളരുവാനായിട്ടും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദൈവം എല്ലാ നമ്മൾ കരുതലുകളും ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ആ അനുരൂപതയിലായിത്തീരണം എന്നുള്ള പ്രത്യാശ, അല്ലെ ഒരു പ്രത്യാശയിലേക്ക് നാം എത്തിച്ചേരണം. അതാണ് നമ്മെക്കുറിച്ച് എല്ലാവരെയും ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ സന്ധ്യ തേജസ്സോളം വെളിപ്പെടണം. എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. ഇത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന് വേറെ വലിയ ഇതൊന്നുമില്ല. ഏറ്റവും വലിയ ദൗത്യമെന്ന് പറഞ്ഞ് നമ്മെ ദൈവത്തിന്റെ സ്ഥാനത്തിൽ വിശുദ്ധ ആയ ഒരു മണവാട്ടി സഭയായി നിർത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മെ ഒരുക്കുക എന്നാണ് നമ്മ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മിലൂടെയും ചെയ്യുന്നത് അല്ലെ. ദൈവം നമ്മിൽ പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. അതെല്ലാം നമ്മുടെ ഓരോ പ്രവൃത്തികളും എല്ലാ ക്രിസ്തുവിന്റെ അനുരൂപതയിലേക്ക് നമ്മെ നയിക്കുന്നതാ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധി പ്രാപിക്കുകയില്ല. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് എതിർപ്പുകളാണ്, അല്ലെങ്കിൽ നമുക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മളോട് ഒരാൾ കോപിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാ സൗമ്യത പഠിക്കണമെന്ന് നമ്മൾ പഠിക്കുന്നത്. ആരും നമ്മളോട് കോപിക്കാതിരുന്നാൽ, നമ്മെ എല്ലാവരും സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങനെ സൗമ്യത പഠിക്കും? നമ്മൾ എങ്ങനെ സ്നേഹം പഠിക്കും? അതുകൊണ്ട് നമ്മൾ ഈ എല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ ദൈവമേ നിന്റെ കൃപകളാലും കൃപാവരങ്ങളാലും നടക്കണം, ക്രിസ്തുവിന് അനുരൂപമായി നടത്തണം, ആത്മാവിന്റെ
ആ ഒരു എല്ലാ ഫലവും എന്നിൽ നിറയ്ക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുമ്പ് കർത്താവ് കൊണ്ടുതരുന്ന ചിലപ്പോൾ നമ്മോട് കോപിക്കുന്ന ഒരാളെ ആയിരിക്കും. അതിന് നമ്മൾ ദേഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ആത്മീയവർദ്ധന പ്രാപിക്കുമോ, നമ്മൾ അതിനോട് ആ സൗമ്യത നമ്മൾ ഉണ്ടാകുകയേ ചെയ്യത്തുള്ളൂ, ക്ഷമ നമ്മൾ ഉണ്ടാകുകയേ ചെയ്യത്തുള്ളൂ. നമ്മളൊരാൾ പെട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ക്ഷമിക്കാൻ പഠിക്കുന്നത്, അല്ലേ? ദൈവത്തിന്റെ സത്യം അതാണ്, ദൈവവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ എന്തു പ്രാർത്ഥിക്കുന്നു അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവത്തിലൂടെ ദൈവം നാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ വളരുവാനായിട്ട് ഇടയായിത്തീരും. അതാ വചനം, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വെറുതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ അവർ വളരത്തൊന്നുമില്ല. അവരെയും കൊണ്ട് ഓരോ പണികൾ എടുപ്പിക്കണം. ആ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഭാരം എടുപ്പിക്കേണ്ട സമയത്ത് അവരെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ അവർ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഉദാസീനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരെയും കൊണ്ട് ഒന്നും കൊള്ളത്തില്ല. നമ്മൾ പറയുന്നത് പോലെ മണ്ണുണ്ണികളായി പോവല്ലേ. ദൈവവും നമ്മെ മണ്ണുണ്ണികളൊന്നും ആക്കാനല്ല സൃഷ്ടിച്ചത്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചതുപോലെ ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും നാം വളരണം. അതാണ് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം. നമുക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം, 14ഉം 15ഉം. ഇനിയുള്ള വാക്യങ്ങളൊക്കെ 2ഉം 3ഉം വാക്യങ്ങൾ ഒരുമിച്ച് പോയി ജനറലായിട്ടുള്ള അർത്ഥം പറയത്തതേ ഉള്ളൂ. കാരണം നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, ഒറ്റ വായന അല്ലെങ്കിൽ 2 വായന വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. 14, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അങ്ങനെ നാം ഇനി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ ആത്മീകമായി അല്ലെ ക്രിസ്തുവിന്റെ അനുരൂപതയോട് വളരുവാനായിട്ട്, ഐക്യതയിൽ നടക്കുവാനായിട്ട്, ആത്മീക വർധന വരുത്തുവാനായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് അങ്ങനെ നാം ഇനി അത് നമുക്കുള്ളത് കൊണ്ട് ദൈവം നമുക്കത് വെച്ചേക്കുക ചെയ്യുന്നത്. എന്തിനാ? നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. തെറ്റിക്കാൻ അനേകമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെതിരായിരിക്കും ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് അങ്ങനെ നമ്മൾ ആരുടെ ചതിയാലും, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ, പല ഉപദേശങ്ങളാ, അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടോ, ഞാനോ സ്വർഗത്തിലെ ദൂതനായാലോ. ആര് ഏത് സമയത്തും ഇടർച്ച വരുത്തുവാൻ ഉണ്ട്. പിശാച് ഇടർച്ച വരുത്തുവാനുണ്ട്. നമ്മൾ പാട്ടൊക്കെ പാടുന്നില്ലേ? അത് ആ പിശാചിന്റെ തന്ത്രമാ. നമ്മെ തെറ്റിച്ച് കളയാനായിട്ട് പിശാച് നേരിട്ട് വരത്തില്ല, മനുഷ്യരിലൂടെ ആ ഉപദേശത്തിന്റെ ഓരോ കാരണാൽ അലയുന്ന ശിശുക്കളാകരുത്. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മീയ വർധന ആകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ തലയോളം സകലത്തിലും വളരണം. വെറുതെ വളരുകയല്ല ചെയ്യുന്നത്, സകലത്തിലും വളരുവാനായിട്ട് ഇടയായി തീരണം. അപ്പം സഭയിലെ ഓരോ അംഗങ്ങളും ആത്മീക വർധന പ്രാപിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആത്മീകമായ മെച്യൂരിറ്റി പ്രാപിക്കുന്നു എങ്കിൽ മനുഷ്യരുടെ ചതികളിൽ നാം കുടുങ്ങിപ്പോകാതെ ഇരിക്കാനായിട്ട് ഇടയായിത്തരും. അപ്പൊ അവിടെ പറഞ്ഞ അലഞ്ഞുഴലുന്ന ശിശുക്കൾ എന്ന് പറഞ്ഞ ആത്മീക വർധന പ്രാപിക്കാത്ത വിശ്വാസികൾ, ക്രിസ്തുവിൽ ഉറയ്ക്കാത്തവർ, വചനത്തിൽ ഉറയ്ക്കാത്തവർ, അതാ ശിശുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞാലും അവർ കേൾക്കും, ഒരു പ്രശ്നവും ഇല്ല. ഇച്ചിരി കളറൊക്കെ കൂട്ടി പറയുവാണെങ്കിൽ അവരത് കേൾക്കും, അവർക്ക് അതൊക്കെ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ആത്മാവിൽ വചനത്തിൽ ഉറച്ചവർ, ക്രിസ്തുവിൽ ഉറച്ചവർ. അപ്പം ഇവിടെ ഈ 14ഉം 15ഉം വാക്യങ്ങളിൽ പറയുന്ന വചനത്തിൽ ഉറച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത്, പക്വത ഇല്ലാത്തവരായാൽ, ആത്മീക വർധന ഇല്ലാത്തവരായാൽ, മെച്യൂരിറ്റി ഇല്ലാത്തവരായ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ തെറ്റിപ്പോകും.
വിരുദ്ധ ഉപദേശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? നമുക്കറിയാം. സത്യ ഉപദേശം അറിഞ്ഞാൽ മാത്രമേ വിപരീത ഉപദേശങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്റർനെറ്റിൽ നോക്കി ഒരു 10 മെസ്സേജ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നായിരിക്കും അതിനകത്ത് ശരിയായിട്ടുള്ള വചനമുള്ളത്. ബാക്കി എല്ലാം ദുരുപദേശങ്ങളാണ്. ആദ്യമൊക്കെ നമുക്ക് തോന്നും സത്യമാ പറയുന്നത്, പക്ഷെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാം അത് ശരിയല്ല. അതിനകത്തെല്ലാം ഉപദേശ പിശകുകൾ ഉണ്ടെന്നറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവര് പറയുന്നതും ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കാതെ സ്വന്തമായി വചനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. വചനത്തിൽ ഉറച്ചു നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. നമ്മൾ വചനം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറച്ചു നിൽപ്പാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? നമുക്കറിയാം, കാറ്റടിക്കുമ്പോൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും, അല്ലേ? അങ്ങനെ പിന്നെ ആടും. ചെറിയ ചെടികളൊക്കെയാണെങ്കിൽ വലിയ കാറ്റ് വരുമ്പോഴത്തേക്ക് അങ്ങ് നിലംപരിഞ്ഞു പോകും. അത് അങ്ങനെ ആകരുത്. നമ്മള് ഭജനത്തിൽ ഉറച്ചു നിന്നിട്ട് അവര് പറയുന്ന ഇവര് പറയുന്ന ഒക്കെ കേൾക്കാം, പക്ഷെ നമ്മൾ സെൻസർ ചെയ്തേ കേൾക്കാവൂ, അല്ലേ? ആ നമുക്കറിയാമല്ലോ, കുറെ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ ഉം, നല്ല സത്യം സംസാരിക്കുന്ന അല്ലെങ്കിൽ സത്യവചനം സംസാരിക്കുന്നവരുടെ വചനം സ്ഥിരമായിട്ട് കേൾക്കുക. അല്ലാതെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കളെ, നമുക്കതിന്റെ ആവശ്യമില്ല. ചിലർ പറയും, ഓ, നല്ല കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന്. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ അതിനകത്ത് 2 മിനിറ്റത്തെ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ ബാക്കി നമ്മൾ 58 മിനിറ്റും എന്തോ ചെയ്യുന്നത്? നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയാ, അല്ലേ? അതിന്റെ ആവശ്യമില്ല. അത് നമ്മൾ സെൻസർ ചെയ്ത് കാണുന്ന കാര്യങ്ങളും എല്ലാം നാം സെൻസർ ചെയ്യുക. അത് അപ്പം നമ്മൾ നിലം പരിചയം വചനം സ്ഥിരമായിട്ട് വായിക്കണം. വായിച്ച് വചനം പഠിക്കണം. നമ്മൾ തന്നെ വചനം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ ഒരു വാക്യം എടുത്തു കഴിഞ്ഞപ്പോഴും പറയുന്ന വാക്യം എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ട്രാൻസ്ലേഷനൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. മലയാളം വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുക, ഇംഗ്ലീഷ് വേറെ ട്രാൻസ്ലേഷൻ വായിക്കുക. കാരണം ഓരോ വാക്കുകൾക്കും വ്യത്യാസം, അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പം ഞാനിപ്പോൾ ബൈബിൾ സ്റ്റഡി എടുക്കുന്നതും പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകല്ല. എനിക്കൊത്തിരി വലിയ പരിജ്ഞാനം ഒന്നും കണ്ടിട്ടില്ല, വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ സമയം പ്രാർത്ഥിക്കണം. ആദ്യം വചനം വായിക്കാം. ദൈവമേ, പൗലോസ് തന്നെ പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രസ്താവിക്കേണ്ടതിന് ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ ആ വാതിൽ തുറന്നു തരേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതിന് എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുന്നത്, അല്ലേ? അത് എഫെസ്യ ലേഖനത്തിലും പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനത്തിലും പറയുന്നുണ്ട്. പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇത്രത്തോളം വചനത്തിന്റെ അടിസ്ഥാനം ഉള്ളായിരുന്ന കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്ക് തരികയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം? നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് ആ വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാതെ ചുമ്മാതെ വന്നിരുന്ന വചനം നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത് കാര്യമല്ലേ? നമ്മൾ ചുമ്മാതിരിക്കാൻ നമ്മൾ എന്തോക്കെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ആ ശ്രദ്ധ വചനത്തിലോട്ട് മാത്രമായിരിക്കും. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് മനസ്സിലാക്കണം. കർത്താവ് പറയുന്ന, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ തുറന്ന ചെവിയോടുകൂടെ, തുറന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലിരുന്ന് വചനം വായിക്കാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് വേണം. വേറെ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. അതങ്ങ് പിന്നെ നമുക്ക് ചിലപ്പം ഇച്ചിരി പരിജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാനൊക്കെ നോക്കും. പക്ഷേ വചനം അങ്ങനെയല്ല. എത്ര പരിജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയവരാണെന്ന് പറഞ്ഞാലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളത് പറഞ്ഞാലും, ദൈവവചനം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ വചനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ
പ്രാർത്ഥനയോടെ ദൈവഭയത്തോടെ കർത്താവെ എനിക്ക് തുറന്നു തരണമേ എന്ന് പറയണം. കാരണം നമുക്ക് ആത്മീകമായ ദാരിദ്ര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവ് തന്നെ പറയുന്നുണ്ട് പർവ്വത പ്രസംഗം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ ഒരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മെ നിറയ്ക്കുവാനായിട്ട് കർത്താവ് കഴിയത്തുള്ളൂ, കർത്താവിന് സാധിക്കത്തുള്ളൂ. കാരണം നമുക്ക് ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല അതിൻ്റെ. കാരണം നമുക്കറിയാമല്ലോ, ദാഹിക്കുന്നവന് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. ആഹാരം കഴിക്കണം, എത്ര മുന്നിൽ ആഹാരം, എത്ര എന്താ പറയുക, രുചികരമായ ആഹാരം എടുത്തു വെച്ചാൽ നമുക്ക് വിശപ്പില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒക്കത്തില്ല, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് രോഗമുണ്ടെങ്കിൽ നമുക്കൊരു ആഹാരവും കഴിക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മൾ ആത്മീകമായ രോഗം ബാധിച്ചവരാണെങ്കിൽ, മനസ്സ് തളർന്നവരാണെങ്കിൽ, ആത്മീകമായ എരിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ എങ്ങനെയാ രോഗികൾ അങ്ങനെ ആഹാരം കഴിക്കുന്നത്? ആത്മീകമായ ആ ഒരു എരിവ് നമ്മളിൽ ഉണ്ടാകണം, ആ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടാകണം, നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടാകണം. എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ നിറയ്ക്കാൻ ശക്തനാണ്. അപ്പം ഈ എബ്രായ ലേഖനം 5:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ വായിച്ചു വിടാം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. എത്ര കാലമായി നമ്മൾ ദൈവത്തെ അറിയാൻ തുടങ്ങിയിട്ട്, അല്ലേ? അപ്പം അവിടെ കാലം നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരൊക്കെ ആയിരിക്കേണ്ട സമയമാണ്. പക്ഷെ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോഴും ആ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു പൗലോസ് പറയുന്നു. അപ്പം നമ്മൾ ആ അവസ്ഥയിൽ നിന്ന്, ശിശുക്കൾ എന്ന അവസ്ഥയിൽ നിന്ന് ആ മുതിർന്ന അവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടേയിരിക്കണം. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പഠിത്തത്തിന്റെ ഓരോ സ്റ്റാൻഡേർഡുകൾ അപ്പപ്പായി പോകുന്നത് പോലെ നമ്മളും ആ ആത്മീകമായ പക്വത പ്രാപിച്ച് നമ്മളും ആ ഓരോ സ്റ്റാൻഡേർഡ് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. പുറകോട്ടല്ല പോകണ്ടേ, മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ആ പക്വതയില്ലാത്തവരായാൽ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരും. ആത്മീക വർധന പ്രാപിക്കണം. വചനത്തിൽ ഉറച്ചാൽ മാത്രമേ അവിടുന്ന് ഇവിടുന്നും കേൾക്കുന്ന ഉപദേശങ്ങളിലേക്ക് പോകാതെ പഠിച്ചു പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തത്, അസ്ഥിരരായിരിക്കും. സ്റ്റെബിലിറ്റി കാണത്തില്ല, ലെവയിലായിരിക്കും, ഉറപ്പൊന്നുമില്ല. നമ്മൾ ആത്മീയമായി പറഞ്ഞ നാടോടികളെന്ന് പറയാം. നാടോടികൾ നമുക്കറിയാലോ, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അപ്പം ഇവിടെ ആത്മീകമായ നാടോടികളായി പോരും. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അക്കരെ പച്ച, അല്ലേ? പിന്നെ കണ്ണ് രസമാകുന്നതും പുതുമയേറുന്നതുമായ കാര്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ അതിലേക്കാണ് എന്താ പറയുക, നമ്മുടെ ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ചിലവർ നല്ല കർണരസമാകുമാറ് പ്രാസമൊക്കെ വെച്ചൊക്കെ പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവുള്ളവരല്ലേ? അത് കേട്ട് കഴിയും, നമുക്ക് അവിടെ കേട്ടിരിക്കാനായിട്ട് തോന്നും. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്തൊന്നും ഇല്ലെന്നുള്ള കാര്യം. അപ്പൊ ആ കർണരസമാകുമാറ് ഉള്ള കാര്യങ്ങളിലേക്ക് തിരിയാനാണ് നമ്മുടെ സ്വഭാവം. അതാ കുഞ്ഞുങ്ങൾ എങ്ങനെയാ അവരെ പെട്ടെന്ന് എന്താ പറയുന്നത്, അവരെ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് എളുപ്പമാ. ഒന്നും വേണ്ട, ഒരു ചോക്ലേറ്റിന്റെ നല്ല കളറുള്ള ഒരു പേപ്പർ കാണിച്ചാൽ മതി, അതിനകത്തോട്ട് പോയിക്കോളൂ, അല്ലേ? അങ്ങനെയാണ്. എന്തെങ്കിലും കളർഫുള്ളായ കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പോവാം. അതാകരുത്. നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവർ ആയിരിക്കണം. ഇപ്പം നമുക്കറിയാം, ഒരു വലിയ ആൾക്കൂട്ടം കണ്ട് അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം മെഗാ ചർച്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കാം, അല്ലേ? നമുക്കറിയാമല്ലോ, നാട്ടിലൊക്കെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരാൾ അങ്ങോട്ട് പോകും, അടുത്ത ആൾ കൂടെ, അങ്ങനെ ആൾക്കൂട്ടം കൂടുന്നതല്ലാതെ ആ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാറേ ഇല്ല. ഇപ്പം പിന്നെ ഫോട്ടോയും എടുക്കും എല്ലാവരും, അല്ലേ? ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും കൂടി നിൽക്കും. പക്ഷെ അവരെ സഹായിക്കത്തൊന്നുമില്ല. ഇതാണ്, എല്ലാം ഒന്ന് കാണാം അവിടെ ചെന്നിട്ട്. നമുക്കത് പ്രയോജനമൊന്നും ഇല്ല, ആർക്കും പ്രയോജനം വരത്തുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അസ്ഥിരരായിരിക്കും. അവിടെ അത് നടക്കും, നമുക്കൊന്ന് പോയി കാണാമെന്ന രീതിയിൽ. ഇനി മൂന്നാമത്, കബളിക്കപ്പെടും. മറ്റുള്ളവരുടെ വശീകരണ വാക്കുകളാൽ കബളിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എബ്രായ ലേഖനം 5:13-14 നമ്മൾ വായിച്ചതിന്റെ തൊട്ടപ്പുറത്തെ വാക്യം.
പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ, അവർ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ കഴിയുള്ളൂ. അപ്പൊ കട്ടിയായ ആഹാരം ഭക്ഷിച്ചാൽ മാത്രമേ നന്മ തിന്മകളും മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഏതാണ് വ്യാജൻ, ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശിശുക്കളെ പോലെ ആയിത്തീരും, എന്ത് കാണിച്ചാലും കബളിക്കപ്പെടും. അപ്പം കുഞ്ഞുങ്ങളിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാണാൻ കുറച്ച് ഒരു നോട്ട് എടുത്തു, ഒരു $100 ഒരു നോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ 1000 രൂപയുടെ ഒരു നോട്ട് എടുത്തു. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അതിങ്ങ് വാങ്ങിക്കണം. പക്ഷേ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും നമുക്ക് തിരിച്ചു തരത്തില്ല, അത് അങ്ങനെ പെട്ടെന്ന് തരത്തില്ല. പക്ഷെ അവർക്കൊരു ഐസ്ക്രീം അവരെ ഒന്ന് കാണിക്കുക, ഒരു ക്യാൻഡി കാണിക്കുക, വിലയില്ലാത്തതാ അത്. പക്ഷെ അവരെന്തോ ചെയ്യും, ആ നോട്ടിന്റെ വില അവരറിയത്തില്ല, അതിങ്ങ് തന്നേച്ച് മറ്റേതങ്ങ് വാങ്ങിക്കും. ഇതാണ്. അപ്പം നമ്മൾ കബളിക്കപ്പെടുവാനായിട്ട് ഇടയാക്കരുത്. അപ്പൊ കണ്ണിന് രസമുള്ളത്, ശബ്ദമുള്ളത് ഒന്നും ഇപ്പൊ നമുക്കറിയാമല്ലോ, മിക്കവാറും ഒക്കെ സ്റ്റേജുകളിലൊക്കെ കാണുന്നത് വചനത്തിന് കുറച്ച് സമയം കൊടുത്തുകൊണ്ട് പാട്ടും മേളവും, പിന്നെ ഇപ്പം പ്രസംഗത്തിന്റെ കൂടെ കഥാപ്രസംഗം കൂടെ ആയിട്ടാ അവതരിപ്പിക്കുന്ന അല്ലേ. പ്രസംഗം ഇച്ചിരി ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഒക്കെ ചേർത്തുന്നില്ലേ, പിന്നെ പുട്ടിന് പീര ചേർക്കുന്നത് പോലെ പാട്ടും എല്ലാം ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒരു കഥാപ്രസംഗ രീതിയിൽ പ്രസംഗം ആക്കുന്ന രീതിയുണ്ട് അല്ലേ, വചനമാക്കുന്ന രീതിയുണ്ട്. നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളിപ്പം ഞാൻ ഇത്രയും നേരം വചനം പറയുന്നു, 1 മണിക്കൂർ വചനം പറയുന്നു. പക്ഷെ അതിനകത്ത് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഓർത്തിരിക്കുന്ന കാര്യം ഏതാ? ആ സ്റ്റോറിയെ ഓർത്തിരിക്കത്തുള്ളൂ, വചനം ഓർത്തിരിക്കത്തില്ല. അതങ്ങനെയാണ്. സ്റ്റോറി ഓർക്കാനും കഥ പറയുന്നത് കേട്ട് അത് ഓർത്തിരിക്കാനും നമുക്ക് നമ്മുടെ ബുദ്ധിയൊന്നും വേണ്ട. അത് നമ്മൾ പരിചിതരാ, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വചനം കേൾക്കാൻ നമുക്ക് ശ്രദ്ധ വേണം. എനിക്കറിയാം ഇതിനകത്ത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരുന്ന എന്താ പ്രയോജനം എന്നറിയാമോ? നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റത്തില്ല. വീഡിയോ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാം അല്ലേ. വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കാണത്തില്ലേ? അതുകൊണ്ട് ഇച്ചിരി നമുക്ക് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് വചനം ചെയ്യുമ്പം വീഡിയോ ഓൺ ചെയ്യാവുന്ന സമയത്ത് നമ്മൾ അത് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം. അത് നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാതെ, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ആ ശ്രദ്ധ മാറിപ്പോകാതെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഇരിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതുപോലെ ശ്രദ്ധയുള്ളവരായിരിക്കണം, എല്ലാം കേട്ട് അതുപോലെ അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട്. നമുക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മൾ പുസ്തകവും ബുക്കും ഒക്കെ എടുത്തു വെച്ച് പഠിക്കണം, എന്നാലേ നമുക്കത് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. അപ്പം നമുക്കറിയാം, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഫോൺ ഇല്ലാതിരുന്ന് നമുക്ക് അല്ലേ ഇരിക്കായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം നമ്മൾ ഞാൻ ഉൾപ്പെടെയാ, പ്രാർത്ഥിക്കാൻ പോയാലും ഫോണ് കുറച്ചു നേരം നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പാടാം. നമ്മൾ മ്യൂട്ടിലിടും, സൈലന്റിലിട്ടും, അതൊക്കെ ശരിയാ. പക്ഷെ ഫോൺ നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റി വെക്കാനൊക്കത്തില്ല. ഫിസിക്കലായിട്ടുള്ള ബൈബിള് വായിക്കുന്ന, ഇപ്പൊ എവിടെ പോയാലും ഡിജിറ്റൽ ബൈബിൾ ആയിരിക്കും എല്ലാവരും കൊണ്ടുവന്ന, എളുപ്പമുണ്ട്. പക്ഷേ നമ്മൾ ഡിജിറ്റൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും ഫിസിക്കലായിട്ടുള്ള ബൈബിൾ വായിക്കുന്ന തമ്മിൽ വ്യത്യാസമില്ലേ? നമ്മളെ ഫോണൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഫിസിക്കലായിട്ടുള്ള ബൈബിൾ വായിക്കുമ്പോൾ എന്താ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. പക്ഷേ ഡിജിറ്റലായിട്ടുള്ള ഫോണിൽ നിന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എന്തോ ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് വരാം അല്ലേ, ഫോൺ വരാം. ഇതൊക്കെ നമ്മുടെ ആ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബൈബിൾ വായിക്കുമ്പോൾ ഒരു ടച്ച്, നമ്മൾ ആ വചനത്തെ തൊടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഇക്കാലത്ത് നമ്മിൽ നിന്ന് ശ്രദ്ധയെ മാറ്റുവാൻ, ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റുവാനായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അതിലൊന്നും പോകാതെ നമ്മൾ എല്ലാ ഉപദേശങ്ങൾ പഠിക്കണം. ശ്രദ്ധയോടെ വചനം പഠിച്ചാൽ മാത്രമേ മറ്റെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. റോമാലേഖനം 16:17 17ഉം 18ഉം വായിക്കുന്നത്, റോമാലേഖനം 16:17-18, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിനു വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെ, ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്
ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. നമ്മൾ ആ സാധുക്കൾ ആരുടെ കൂട്ടത്തിലായി പോകരുത്. നാം ആരുടെയും വശീകരണ വാക്കുകൾ തെറ്റിപ്പോകുവാനായിട്ട് ഇടയാകരുത്, കബളിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരരുത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. വേറെ വഴി ജീവിതമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സാരമില്ലായിരുന്നു. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, രണ്ട് വഴികളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏത് തിരഞ്ഞെടുക്കുന്ന ആ ആ രണ്ട് വഴികൾ, നല്ല വഴി തിരഞ്ഞെടുക്കുന്നോ ചീത്ത വഴി തിരഞ്ഞെടുക്കുന്നോ, ആ തിരഞ്ഞെടുപ്പായ നമ്മുടെ ഈ ലോകത്തുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. രണ്ടും നിത്യതയാ, നിത്യ നരകവും നിത്യ ജീവനും. ആ നിത്യജീവനിലേക്ക് പോകുന്ന ഒരു നല്ല വഴിയെ തിരഞ്ഞെടുക്കുക. അപ്പൊ ഒരു ജീവിതമേ ഉള്ളെന്ന് ഓർക്കുക. അതനുസരിച്ച് നമ്മൾ കബളിക്കപ്പെടുവാൻ ഇടയാക്കരുത്. ഇവിടെ പറയുന്ന ട്രിക്കറി മാൻ എന്നാ പറയുന്നത്. ആ ട്രിക്ക് കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ കണ്ണിങ് ക്രാഫ്റ്റ്നെസ്. നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തില് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞ സർപ്പം ഉപായത്താൽ ഹൗവയെ തെറ്റിച്ച് കളഞ്ഞതുപോലെ, അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 11-ന്റെ 3-4 വാക്യങ്ങള്. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. സർപ്പം ഹൗവയെ ചതിച്ച്, അന്ന് ആദമും ഹൗവായും മാത്രമേ ഉള്ളായിരുന്നു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉപദേശങ്ങൾ ലഭിച്ചവരാ. എങ്ങനെ തെറ്റിപ്പോയി? ഉപായത്താൽ, അല്ലെ? ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. അന്ന് അവരെ തെറ്റിച്ച് കളയാൻ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മീഡിയ ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്, നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. എന്നിട്ട് 14-ാമത്തെ വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല. ഇപ്പം വചനം സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് വന്ന് പറയുമോ, ഞാൻ കള്ള അപ്പോസ്തലനാ കപട വേലക്കാരനാ എന്നൊക്കെ പറയുമോ? ഒരിക്കലുമില്ല. എല്ലാവരും നല്ല അപ്പോസ്തലന്മാരും നല്ല വേലക്കാരും നല്ല പ്രവാചകന്മാരും നല്ല പാസ്റ്റർമാരും നല്ല അച്ഛന്മാരും നല്ല തിരുമേരിമാരും ഒക്കെ ആയിരിക്കും, ഇല്ലേ, നമ്മുടെ മുന്നില്. പക്ഷെ 14-ാമത്തെ, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയവുമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തി ഒത്തതായിരിക്കും. പൗലോസ് അവിടെ 11-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് എങ്ങനെ? ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്തിനാ? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എത്ര ഓർത്താ മതി. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യ, വെറുതെ വിവാഹം ചെയ്തല്ല, നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ആ നിർമ്മലതയോടെ ഇരിക്കണം. വിവാഹം കഴിക്കുന്ന പുരുഷൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ നിർമ്മലയായിരിക്കും, അല്ലെ കുട്ടി നിർമ്മലയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവവും തൻ്റെ പുത്രന്റെ മണവാട്ടി നിർമ്മല കന്യകയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുക. അല്ലേ? ദൈവം നമ്മളെക്കുറിച്ച് എരിയുവാനായിട്ട് എരിയുന്നുണ്ട്, പക്ഷെ വിഷമിപ്പാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ ഓരോ പോക്കും കാണുമ്പോൾ നമ്മൾ ഏത് വഴിയിലോട്ടാ പോകുന്നത്, അല്ലേ? നമ്മളെ തന്നെ നാം ശോധന ചെയ്യേണ്ടിയിരിക്കും, നമ്മുടെ പോക്ക് ഏത്. ഇപ്പം ക്രിസ്തു എന്ന ഏക പുരുഷൻ നമ്മൾ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് എഫേസ്യ ലേഖനം 5-26-27 പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ക്രിസ്തു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്? 5-26-27, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ തന്നെ
സഭയ്ക്കു വേണ്ടി യാഗമാക്കി തീർത്തു. തൻ്റെ ജീവനെ വെച്ച് കളഞ്ഞു, അല്ലേ? തൻ്റെ ജീവനെ ആ, ഏൽപ്പിച്ചു കൊടുത്തു. ആ തൻ്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി തന്നു. താൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയാ? നാം കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് നാം അങ്ങനെ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ അതിനോട് നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ നാം ആ ക്രിസ്തുവിന്റെ തേജസ്സിൽ ആ ക്രിസ്തുവിനോട് കൂടെ നിൽക്കേണ്ടവരാണ്. ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെ? നാം വിശുദ്ധരായി വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടണം. അപ്പം വചനത്തിൽ ഉറച്ചില്ലാത്തവർക്കുണ്ടാകുന്ന അപകടങ്ങള്, പക്വതയില്ലാത്തവരായാൽ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും, അസ്ഥിരരായിത്തീരും, കബളിപ്പിക്കപ്പെടും, അല്ലെ? ഇത്രയേറെ കാര്യങ്ങൾ സംഭവിക്കും. അതൊന്നും ഉണ്ടാകാതെ നാം വിശുദ്ധരായി വിശ്വസ്തതയായി നിൽപ്പാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പറയാൻ നമുക്കിതൊന്നും ഒക്കത്തില്ല എന്ന്, പക്ഷെ ദൈവവചനം നമ്മളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നാം വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ, നമ്മെ കരുതുവാൻ, അല്ലേ? ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഈ ലോകത്തിൽ നമ്മോട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് പോകുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് പോയതല്ലേ? അത് നമ്മോട് കൂടെ ഉണ്ട്. എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ മക്കളായ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിൽ ജനിച്ചവർ, വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. നമ്മുടെ എവിടെ പോയാലും നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു നിമിഷവും നമുക്ക് ഇല്ല. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ബോധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും പരിശുദ്ധാത്മാവിനാൽ നമ്മെ എപ്പോഴും പ്രബോധിപ്പിക്കുന്നത് ശരിയല്ല, തെറ്റ് തിരുത്തി വരുവാനുള്ള ഒരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് നമ്മളെപ്പോഴും, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്, ഈ പാപജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചെങ്കിലും പാപത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇപ്പോഴും ജീവിക്കുമ്പോൾ ആ പാപത്തിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യതകള് നമുക്ക് ആ ഒരു 100% ഉണ്ട് നമ്മൾ വീഴാൻ. നമ്മൾ ആരും അത്ര ശക്തരൊന്നും അല്ല. അതുകൊണ്ട് നമ്മളെ നടത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ ബോധം വരുത്താനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മോട് കൂടെ എപ്പോഴും ദൈവം ആക്കിയിട്ടുണ്ട്, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തെറ്റിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, പക്ഷെ സൂക്ഷിക്കണം, ഈൽഡ് ചെയ്യണം, അല്ലേ? റെഡ് ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് വരുന്ന മുമ്പ് ഒരു യെല്ലോ ലൈറ്റ് ഉണ്ട്. ഈൽഡ് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു പോവുക. ചില സ്ഥലത്ത് റെഡ് ലൈറ്റ് ഉണ്ട്, അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും, നോക്കിപ്പോവുക, അല്ലേ? അങ്ങനെ നമ്മളെ നമ്മൾ സൂക്ഷിക്കുക. അത് നമ്മോട് കൂടെ ആ കൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. 15-ാമത്തെ വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയായിത്തീരണം. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സുവിശേഷ ഘോഷണം ഏറ്റവും ഫലപ്രദമാകുന്ന സ്നേഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ. സുവിശേഷ ഘോഷണം എന്ന് പറയുമ്പോൾ വചനം സംസാരിക്കുന്നവർ മാത്രമല്ല, സുവിശേഷം അറിയിക്കുന്നവരും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എല്ലാവരും സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. എല്ലാവരും കർത്താവിനെ അറിയിക്കുന്നവരായിരിക്കണം. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിനെ അറിയിക്കുന്നവരായിരിക്കണം. സംസാരിപ്പാനായിട്ട് നമുക്ക് ചില സമയത്തൊക്കെ നമുക്കൊക്കെയില്ല, നമുക്ക് ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്കൊക്കെയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അത് നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയണം, അല്ലെ? ജോലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പരസ്യമായിട്ട് വിളിച്ചു പറയാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഇടപെടുന്നവരോട് 1-to-1 ആണെങ്കിലും 1-on-1 നമ്മൾ എല്ലാവരോടും സംസാരിക്കണം. നമ്മൾ ആ എന്തു പറഞ്ഞാലും സത്യം സംസാരിക്കുന്നവരായിരിക്കണം. നമുക്ക് വിചാരിക്കുക ഇത് വെറും സിമ്പിളായിട്ടുള്ള കാര്യം ആണെന്ന്, പക്ഷെ ഒരിക്കലുമല്ല സത്യം സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ മീഡിയയിലൊക്കെ ഇപ്പം കാണുന്നത് സത്യം സംസാരിക്കുന്നവർക്ക് എതിരായി അനേകരാണ്. സത്യം സംസാരിക്കുന്നത് ഒരു 10% അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നത് 90% റിജക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാ?
അവർക്ക് ആ സത്യത്തിൽ നടക്കുവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ, പാപത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നമ്മൾ അവരോട് നിങ്ങൾ പാപമായി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ ചെയ്യുന്ന പാപമാണെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം സത്യം അവർക്ക് അറിയാതെ എങ്ങനെയാ അവർ പാപമാണെന്ന് അറിയുന്നത്. നമ്മൾ പറയുന്ന പോലെ പലതും നമ്മുടെ ജീവിതത്തിന്റെ ന്യൂ നോമായി കഴിഞ്ഞു. ആ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പണ്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു. കാരണം അത് ലോകത്തിന്റെ നോർമലായി കഴിഞ്ഞു. അതിനോട് നമ്മളുമായി തീരരുത്. അങ്ങനെ ആയി തീരുമ്പോൾ അറിയാം നമ്മുടെ ലോകം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ അല്ല. പലതും ലോകത്തിന്റെ നോർമലാക്കി കഴിഞ്ഞു. ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ പണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും, അയ്യോ നാണക്കേട് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും നാണക്കേടും ഷെയിമും ഒന്നും നമുക്കൊന്നും തോന്നത്തില്ല. കാരണം അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ സത്യത്തിൽ ദൈവവചനം സംസാരിക്കണം. അപ്പം ചിലവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ആക്രോശത്തോടെ ദേഷ്യത്തോടെ പണ്ടൊക്കെയുള്ള നമുക്കറിയാം, പണ്ടത്തെയുള്ള പാസ്റ്റർമാരൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര കാർക്കശ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ, പേടിയാവും അങ്ങോട്ടൊക്കെ ഒന്ന് കേൾക്കാനായിട്ട്. ചിലവർ സത്യം സ്നേഹത്തിൽ സംസാരിക്കണം. അപ്പം ചിലവർക്ക് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം പ്രകടമാക്കാതെ എന്താ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെ ഇച്ചിരി എന്താ പറയുന്നത്, ഒരു മയമൊന്നുമില്ലാതെ സംസാരിക്കും. ചിലവര് അല്ല, സൗമ്യതയോടെ സംസാരിക്കാം. അപ്പൊ സ്നേഹവും സത്യം വേണം, സ്നേഹവും വേണം. അതുകൊണ്ടല്ലേ നമ്മൾ ഗലാത്യ ലേഖനം 6 അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വാക്കുകളൊന്നും എനിക്കൊന്നും നല്ലോണം സംസാരിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം പറഞ്ഞു വരുമ്പോൾ ശരിയാകത്തില്ല. ഓക്കെ, നമുക്ക് 6:1 വായിക്കാം. ഗലാത്യ ലേഖനം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ദേഷ്യപ്പെട്ട് നീ അതങ്ങ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ദേഷ്യം വരും. പക്ഷേ അത് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തതെന്ന് സ്നേഹത്തോടെ സൗമ്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഈ സിമ്പിളായിട്ട് സത്യം സംസാരിക്കാനൊന്നും ഒക്കത്തില്ല. സ്നേഹത്തോടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ആ പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം സഭയിലെ അംഗങ്ങൾ പക്വതയിൽ എത്തണമെങ്കിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അന്യോന്യം കൈത്താങ്ങണം. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് ചെയ്യരുതെന്ന് കർക്കശ്യമായിട്ട് ഗൗരവമായിട്ട് പറയുന്നതല്ലാതെ സ്നേഹത്തിൽ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. ആർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരുവാനായിട്ട് കഴിയുകയില്ല. അന്യോന്യം കൈത്താങ്ങൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെ ഞാൻ വചനം പഠിക്കുന്നു, ഞാനങ്ങ് പഠിച്ചോളാം ഇരുന്ന്, ഒന്നും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയാൽ മാത്രമേ കുറച്ച് തലയിൽ കുറെ ശേഖരിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. ആ തലയിൽ ശേഖരിച്ച് നമ്മുടെ പ്രവൃത്തിയിലാകുമ്പോഴാണ് അത് പരിജ്ഞാനമായിട്ട്. ജ്ഞാനം നമുക്ക് പരിജ്ഞാനമായി തീരണം, നമ്മുടെ പ്രവൃത്തിയിലായി തീരണം. നമ്മൾ പ്രവൃത്തിയിൽ വന്നാൽ മാത്രമേ ആ പരിജ്ഞാനപൂർത്തി പ്രാപിക്കത്തുള്ളൂ. ആ തെറ്റും ശരിയിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. യോഹന്നാന്റെ ലേഖനം 3:18-19, 1 യോഹന്നാൻ 3:18-19 പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമ്മൾ സത്യം പ്രവൃത്തിയിൽ കാണിക്കണം. അങ്ങനെയായാൽ നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. അപ്പം ആ ഒരു പ്രവൃത്തി നമുക്ക് ആർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരുവാനായിട്ട് കഴിയുകയില്ല. അന്യോന്യം നമ്മൾ വളരാനേ കൈത്താങ്ങിയാലും ഒക്കെ നമുക്ക് വളരുവാനായിട്ട് കഴിയത്ത ഉള്ളു. റോമാലേഖനം 15:14 പറയുന്നുണ്ട്, നിങ്ങൾ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകണം. അപ്പം നമ്മള് ദയാപൂർണരാകണം, സകല ജ്ഞാനവും നിറഞ്ഞവരാകണം, അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരും ആകണം. അപ്പം അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരാകണം, അന്യോന്യം വളരണമെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നമ്മെ പഠിപ്പിക്കാൻ വേണം. പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ പഠിക്കാനുള്ള മനസ്സും വേണം, അല്ലേ? ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഫീസ് കൊടുത്ത് പോയി പഠിക്കുമെങ്കിൽ നമ്മൾ പഠിക്കാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പഠിപ്പിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ താഴ്മ വേണം. നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശം കേൾക്കാനുള്ള
താഴ്മ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം പ്രബോധിപ്പിക്കുക മാത്രമല്ല, പ്രബോധനം കേൾക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാനായിട്ട് ഒക്കത്തില്ല. എത്ര പഠിച്ചെന്ന് പറഞ്ഞവരാണേലും ഒരു കൊച്ചു പറഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് കാണും. നമ്മുടെ ജോലിയിലൊക്കെ ആണെങ്കിലും എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആണെങ്കിലും ഓരോ ദിവസവും എത്രയോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആരും തികഞ്ഞവരല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടാസ്ക് ആയിരിക്കാം, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മെക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞവരിൽ നിന്നാലും നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആത്മീയമായി നമ്മൾ എത്ര വളരണം, നമ്മൾ എത്രത്തോളം ക്രിസ്തുവിനോട് വളരണമെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്കവിടെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയായിത്തീരണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരണം. അപ്പം ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോളം നാം വളരണം. ക്രിസ്തുവിനോളവും വളരണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം പറഞ്ഞു ദൈവത്തിൻ്റെ ആ പൂർണ്ണത, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നാം നിറഞ്ഞു വരണം. ക്രിസ്തു നമ്മൾ നിറയണം. യോഹന്നാൻ പറഞ്ഞതുപോലെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാൻ കുറയണം, അവൻ എന്നിൽ വളരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഞാൻ ഒത്തിരി ഉണ്ടല്ലേ, എന്നിൽ ഞാൻ കൊണ്ട് നിറഞ്ഞിരിക്കുക, സെൽഫ്. അപ്പം നമുക്കറിയാം. ഇപ്പം ഒരു ഒരു ഞാൻ ഒത്തിരി എക്സാമ്പിൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ പതിവിന് വിപരീതമായി എന്നാൽ തന്നെയും ഉപദേശമായതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ആരെയാണ് നോക്കുന്നത്? ആരെയാണ് നോക്കുന്നത്? നമ്മളെ തന്നെയാണ് നോക്കുന്നത് അല്ലേ. മറ്റുള്ളവരെല്ലാം നോക്കിയിട്ട് നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം നമുക്കറിയാമല്ലേ. നമുക്കറിയാം നമ്മൾ എങ്ങനെയാ ഉള്ളതെന്ന്. അപ്പം നമ്മെ വേണ്ട, ആ സെൽഫ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് തന്നെയാണ് നമ്മളിലുള്ളത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തു എന്ന തലയോളം വരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ വളരണം. എൻ്റെ ഒരു അംശത്തിൽ പോലും ഞാൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് എന്നായി തീരുവെന്നാ, അതെങ്ങനെങ്കിലും നമുക്കാകാൻ പറ്റുമോ? അതുപോലെ നമ്മൾ ക്രിസ്തുവിനെ കൊണ്ട് നിറയണം. ക്രിസ്തു എന്ന തലയോളം വളരണം. എന്നെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ക്രിസ്തു എന്നിൽ വളരുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പൊ എവിടെ വളരണം? സകലത്തിലും വളരണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരണം. ഒരു കാര്യത്തിൽ നമ്മൾ ഇതായിരിക്കും അല്ലെ, നമ്മൾ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് പോകുമായിരിക്കും, മറ്റൊരു കാര്യത്തിൽ വരുമ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാ കാര്യത്തിലും ക്രിസ്തുവിനോട് കൂടെ വളരണം. ചിലർ പറയുന്നുണ്ട്, കർത്താവെ ഞാൻ എല്ലാത്തിലും വളരണം, കൊടുക്കവാങ്ങലിൽ പോലും അല്ലേ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ വളരുവാനായിട്ട് ഇടയായി തീരണം. ക്രിസ്തു കൊടുത്തതുപോലെ അല്ലേ, തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ക്രിസ്തു അല്ലേ. സമ്പന്നനായിട്ടിട്ടും ദരിദ്രരായിരുന്ന നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നല്ലോ അല്ലേ, അവൻ സമ്പന്നതയിൽ ഇരുന്നിട്ടും ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കഥ അല്ലെ, ആ കൃപ. അപ്പം നമ്മളും എത്രത്തോളം ദരിദ്രരായി തീരണം, നമ്മെ പൂർണ്ണമായും തേച്ചു കളയണം. ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വളരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലോകത്തിന് എൻ്റെ സ്ഥാനമില്ല, എനിക്ക് ലോകത്തിലും സ്ഥാനമില്ല, എനിക്ക് ക്രിസ്തു മാത്രം ആണ് എന്ന്. ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രോയിങ് അപ്പ് ഇൻ ടു ജീസസ്. ആ ക്രിസ്തുവിൽ വളരണം. ഓരോ വിശ്വാസിയും സ്വതന്ത്രമായി വളരുകയല്ല, ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളരണം. എന്നിവിടെ പറയാം, നാം സ്വതന്ത്രമായി വളരുകയല്ല, ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളരണം. സഭയിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിലും ക്രിസ്തുവിനോളം നമുക്ക് പല കാര്യത്തിൽ വളരുവാനായിട്ട് കഴിയും. എത്രയോ കാര്യങ്ങൾ നമുക്ക് വളരുവാനായിട്ട് കഴിയും അല്ലേ.
ചില ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് വളരുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞ് നമ്മുടെ ഇൻട്രസ്റ്റ് ക്രിസ്തുവായിരിക്കും. നാം ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളരണം. അപ്പൊ ആ ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളർന്നാൽ മാത്രമേ ജീവനുള്ള ഒരു സഭയായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ പറഞ്ഞ ക്രിസ്തുവിൽ നിന്നാണ് നാം വളർച്ച പ്രാപിക്കുന്നത്. നമ്മുടെ തല ക്രിസ്തു തന്നെ ആയിരിക്കണം. നമ്മുടെ ബ്രെയിനെ നമ്മുടെ ശരീരം ബ്രെയിനിൽ നിന്ന് ഓർഡർ പ്രാപിച്ച് ആ ശരീരത്തിന്റെ പൂർണ്ണമായ പ്രവൃത്തി ചെയ്യുന്നത് പോലെ ക്രിസ്തു തലയായിരിക്കുന്നു. തലയാവിനിൽ നിന്ന് നമ്മളെ ഓർഡർ സ്വീകരിച്ച് അതിനനുസരിച്ച് നാം വളരണം. ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നിലനിൽക്കണം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ നാം നിലനിൽക്കണം. അടിസ്ഥാനത്തിൽ നാം തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരരുത്. അപ്പൊ അതാണ് 16-ാമത്തെ വാക്യം. അടിസ്ഥാനത്ത് നമ്മൾ നിൽക്കണം. ക്രിസ്തുവിൽ നിന്നാണ് നാം വളർച്ച പ്രാപിക്കുന്നത്. നാം ക്രിസ്തു എന്ന തലയോളം വളരണം. എവിടത്തോളം നമ്മൾ ഓരോരുത്തരും വളരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളരണം. അത്രത്തോളമായവരിനി വളരണ്ട, അത്രയും മതി. പക്ഷെ നമ്മൾ എപ്പോഴാകുന്നത് അങ്ങനെ അങ്ങനെ നാം ആയിത്തീരണം. അതുവരെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. 16-ാമത്തെ വാക്യം. ശരീരം മുഴുവനും, ശരീരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭ ആകുന്ന ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ, ഓരോ ആളിന്റെ, ഓരോ വിശ്വാസിയുടെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തുവിൽ നിന്നാണ് വളർച്ച പ്രാപിക്കുന്നത്. അപ്പം ക്രിസ്തുവിനോളം നാം വളരണം. ക്രിസ്തുവിൽ വളരണമെന്ന് പറയുമ്പോൾ എവിടെ നിന്നുള്ള വളർച്ചയായാൽ മാത്രമേ ക്രിസ്തുവിലും ക്രിസ്തുവിനോളം ആവത്തുള്ളൂ. ക്രിസ്തുവിൽ നിന്ന് വളർച്ചയായാൽ മാത്രമേ അത് ക്രിസ്തുവിനോളവും ക്രിസ്തുവിലും ആയിത്തീരുകയുള്ളൂ. അപ്പം കർത്താവായ യേശു ക്രിസ്തു വളർച്ചയുടെ ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവായി തീരണം, ക്രിസ്തുവിന് അനുരൂപമായി തീരണം. ആ ലക്ഷ്യം മാത്രമല്ല, വളർച്ചയുടെ ദാതാവും കൂടിയാണ്. നമുക്ക് വളരുവാൻ കാരണമായി തീരുന്ന ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന തലയിൽ നിന്നാണ് ശരീരം മുഴുവനും വളർച്ച പ്രാപിക്കുന്നത്. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇപ്പൊ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നവർ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. നമ്മളുടെ മക്കൾ നമ്മളിൽ നിന്ന് ഉപദേശം കേൾക്കുമ്പോൾ, നമ്മൾ വളർത്തുമ്പോൾ അവർ നമ്മളുടെ സ്വഭാവമുള്ളവരായി തീരും. അതുപോലെ നാം ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ ആയിത്തീരും. നമ്മുടെ വളർച്ച എങ്ങോട്ടാണെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ക്രിസ്തുവിനോളമാണോ വളരുന്നത്? അപ്പൊ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം ലഭിച്ച് ക്രിസ്തുവിൽ വളരണമെങ്കിൽ, വളരുന്നു എങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. വേറെ ഉപദേശങ്ങളാ കേൾക്കുന്നതെങ്കിൽ ആ ഉപദേശത്തിന് അനുരൂപമായി നമ്മൾ അതിനനുസരിച്ച് വളരും. ക്രിസ്തു ഒരു മണവാട്ടി സഭയെ ഒരുക്കുന്നത് പോലെ സാത്താനും അവന്റെ ഒരു മണവാട്ടി സഭയെ ഒരുക്കുന്നുണ്ട്. ആ സത്യമായ നോട്ടിന് വിപരീതമായി ഒരു കള്ളനോട്ടുള്ളതുപോലെ സത്യസഭയ്ക്ക് വിപരീതമായി ഒരു വ്യാജസഭയും വളർന്നു പോകുന്നുണ്ട്. നാം അതിലേക്കായി തീരരുത്, ക്രിസ്തുവിന് അനുരൂപമായി തീരണം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും. അപ്പം സഭയില് ഓരോ അംഗത്തിനും തൻ്റെതായ സ്ഥാനവും ശുശ്രൂഷകളും ഉണ്ട്. ആ എല്ലാ അംഗങ്ങളും യുക്തമായി ചേർന്ന്, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണമായ ജീവനുള്ള ശരീരമായി തീരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴേ നമുക്ക് ആ ശരീരത്തിന്റെ പൂർണ്ണമായ വളർച്ച പ്രാപിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. എക്സാമ്പിൾ, നമുക്കൊരു സ്ഥലത്ത് ഇപ്പൊ അങ്ങോട്ട് പോകണം. നമുക്ക് കണ്ണ് കാണത്തില്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനായിട്ട് ഒക്കത്തില്ല, അല്ലേ? നമ്മളെ ആരേലും പിടിച്ചോട്ട് പോകണം. കണ്ണ് കണ്ടിട്ട് കാര്യമില്ല. ചെവി കേൾക്കത്തില്ലെങ്കിൽ, ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കത്തില്ലെങ്കിൽ നമുക്ക് നേരെ പോകാനായിട്ട് ഒക്കത്തില്ല. പോട്ടെ, കണ്ണിന്റെയും ചെവിയുടെയും കാര്യം അങ്ങ് വെച്ച് പോട്ടെ. കാലുകൾക്ക് ബലമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നടക്കാൻ പോക്കുന്നത്, അല്ലേ? കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ നമ്മൾ വിശന്ന് ദാഹിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ശരീരം മുഴുവനും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ
കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ വയറുവേദന വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ പോലും ഒക്കത്തില്ലായിരിക്കും ചില സമയത്തല്ലേ. കാലിന് ബലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അവയവങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ നേരെ ശരീരത്തിന്റെ പ്രവൃത്തി ഒക്കൂ എന്നുള്ളത് പോലെ ജീവനുള്ള ശരീരമായി തീരുന്നുണ്ടെങ്കിൽ ജീവനുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ സഭയുടെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ആത്മീക വർധന പ്രാപിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒക്കത്തുള്ളൂ, ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, സ്ട്രോക്ക് വന്നതുപോലെ ഇരിക്കും. സ്ട്രോക്ക് വന്ന ആൾ അറിയാമല്ലോ, ഒരു കൈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ കൈക്ക് എന്തോ ചെയ്യും, പിന്നെ അതും കൊണ്ടൊന്നും എടുക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഒരു കാലിന്റെ സൈഡിൽ ഒരു കാലിന് സ്ട്രോക്ക് വന്ന് നടക്കാൻ വയ്യെങ്കിൽ മറ്റേ കാല് ഓവർ യൂസ് ആയി പോകും. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ക്ഷീണിച്ചു പോകും അല്ലേ. അതുപോലെയല്ല, എല്ലാവരും ഒരുമിച്ച്, എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്രിസ്തുവിന്റെ സഭയുടെ ആത്മീക വർധന നടക്കത്തുള്ളൂ. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഒരുമിച്ച് ഓരോ അംഗത്തിന് അത് ഓരോ അംഗത്തിനും ലഭിച്ചിരിക്കുന്ന, കണ്ണിന് കണ്ണിന്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ, ചെവി ചെവിയുടെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷയും നമ്മൾ ചെയ്താൽ മാത്രമേ, നമ്മളൊക്കെ ഒരു നിലകൊണ്ട് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഒരാൾക്ക് പ്രവചിക്കാനുള്ള വരമുണ്ട്, ഒരാൾക്ക് രോഗശാന്തികൾക്കുള്ള വരമുണ്ട്, ഒരാൾക്ക് സഹായം ചെയ്യാനുള്ള വരമുണ്ട്, ഒരാൾക്ക് പരിപാലനപരമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ സഭയുടെ ആത്മീയ വർധന, രോഗശാന്തികളുടെ വരം, അങ്ങനെ ഓരോ വരങ്ങളും തന്നിരിക്കുന്ന അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ സഭയുടെ ശരിയായ രീതിയിലേക്ക് യുക്തമായി ചേർന്ന് അംഗത്തിന്റെ ശുശ്രൂഷ, ഓരോ അംഗത്തിന്റെ ശുശ്രൂഷയ്ക്കും പ്രാധാന്യമുണ്ട്. അത് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള, നമുക്ക് പറയാം, ഒരു മനുഷ്യ ശരീരത്തില് ബോൺസ് ഉണ്ട്, ഫ്ലഷ് ഉണ്ട് അല്ലെ, മാംസമുണ്ട്, അസ്ഥികളുണ്ട്. പക്ഷെ ഈ മാംസവും അസ്ഥികളും ഒരുമിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്തിനാ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ആ കണക്റ്റീവ് ടിഷ്യൂസും ആ ടെൻഡൻസും ഒക്കെ കൂടെ അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയായി അത് ബന്ധിപ്പിച്ചില്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ മാംസപിണ്ഡമായിട്ട് അല്ലെങ്കിൽ ഒരു അസ്ഥിയായിട്ട് കിടക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് യുക്തമായി ചേർന്ന് അതിനെ അത് കണക്ട് ചെയ്താൽ, കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ കൊണ്ട് അതിനെ കണക്ട് ചെയ്യുന്നത് പോലെ കണക്ട് ചെയ്താൽ, അന്യോന്യം താങ്ങിയാൽ മാത്രമേ സഭയുടെ ആത്മീയ വർധന, ഇതിനെ നമ്മെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരിലും ഒരേ ഘടകങ്ങളുണ്ട്, ഒരേ ആത്മാവുണ്ട് നമ്മളിൽ എല്ലാവരും. അത് എല്ലാവരിലും ഉള്ള ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേർന്ന് എല്ലാത്തിനെയും ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള ഒരു കൃപ തരുന്നു. അപ്പോൾ ഓരോ സഭയിലെ ഓരോ അംഗം നമ്മുടെ ശരീരത്തിന്റെ അംഗങ്ങളെ പോലെ തന്നെ, അവയവങ്ങളെ പോലെ തന്നെ നമ്മുടെ സഭയിലെ ഓരോ അംഗങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ റെസ്പോൺസിബിലിറ്റീസും അത് കറക്റ്റായിട്ട് വിശ്വസ്തയോടെ ചെയ്താൽ മാത്രമേ സഭയുടെ പൂർണ്ണമായ വളർച്ച പ്രാപിക്കുകയുള്ളൂ. ഓരോ സന്ധികളും ശരീരത്തെ വളർച്ചയ്ക്കും ഉപയോഗത്തിനുമായി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാകുന്നു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലും. ഓരോ വിശ്വാസി മറ്റുള്ളവരെക്കാൾ പ്രാധാന്യമുള്ളവരല്ല, എല്ലാവരും തുല്യരാണ്. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കുമ്പോൾ ശരീരം ഒന്നാണ്, പക്ഷെ അതിന് അവയവം പലതാണ്. ചില അവയവങ്ങൾ മാനം കുറഞ്ഞവയാണ്, ചിലതിന് അഴവ് കുറഞ്ഞവയാണ്, ചിലത് അഴകുള്ളവയാണ്. പക്ഷെ അഴകുള്ളവയ്ക്കും ഇല്ലാത്തവയ്ക്കും എല്ലാം ഒരേ പ്രാധാന്യമാണ്. ആർക്കും വ്യത്യാസമില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിനുള്ളതെന്ന് കണ്ണ് പറയാനായിട്ട് ഒക്കത്തില്ല, അത് ചെവിയല്ലായകൊണ്ട് ശരീരത്തിനുള്ളതെന്ന് ചെവി പറയാനൊക്കത്തില്ല. എല്ലാം ചെറുതും വലുതും എല്ലാം ഒന്നായി ഒരുമിച്ച് ചേർന്ന എല്ലാത്തിൻ്റെയും പ്രാധാന്യം, ഒന്നിനും എന്താ പറയുന്നത്, സ്പെഷ്യൽ പ്രാധാന്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. വായിക്കാം, 1 കൊരിന്ത്യർ 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പതിയെ വായിക്കാം, അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല മിക്കവാറും. ഓക്കെ. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു അല്ലെ. ശരീരത്തിന് പല അവയവങ്ങളുണ്ട്,
അത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോ അവയവങ്ങൾ എടുത്താൽ ഇത് നമ്മുടെ ശരീരമാണ്, അവയവങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു ശരീരം. അതുപോലെയാണ് ക്രിസ്തുവിന്റെ സഭയിലും. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതാകുകയില്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. നമ്മൾ ഈ വിലവും പറയോ നിന്നെ ഇതിന് കൂട്ടണ്ടെന്ന് പറയും. പക്ഷെ നമ്മുടെ കണ്ണിന് പറയാമോ എനിക്ക് കണ്ണിന് ചെവിയോട് പറയാമോ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറയാനൊക്കത്തില്ല അല്ലേ? അപ്പൊ നമ്മള് എല്ലാവരും എല്ലാത്തിലും ആവശ്യമുള്ളവരാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. എന്തുകൊണ്ടാണ്? 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമുക്കറിയാം മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേക കഴിവുകളുണ്ടല്ലേ, ചില പ്രത്യേക കഴിവുകൾ അങ്ങനെയൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഈ ചെറിയ കണ്ണില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് ഒക്കുവോ? ചെറിയ ചെവിക്ക് കഴിക്കാനായിട്ട് ഒക്കുവോ? ഈവൻ പറഞ്ഞ നമ്മുടെ ഐബ്രോസ് പോലും അതില്ലെങ്കിൽ നമുക്ക് ഒക്കില്ല. അത് നമ്മുടെ ശരീരത്തിലെ ഹീറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ നമ്മുടെ തലയിൽ മുടിയും ഈ ഐബ്രോസും ഒക്കെയാണ് അതിനെ നിയന്ത്രിക്കുക. കുറെ അതിന് പങ്കുണ്ട്. നമ്മൾ ഒട്ടും ചെറുതെന്ന് പറയുന്ന സാധനങ്ങൾക്ക് പോലും അത് പ്രയോജനമുള്ളതാ. ഏറ്റവും ചെറിയ സാധനങ്ങൾക്കും അവയവങ്ങൾക്കും പ്രയോജനമുള്ളതാ. അതുകൊണ്ട് ദൈവം ശരീരത്തിന്റെ ആ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു. സഭയിലും അതുപോലെയാണ്. നമ്മൾ ലോക്കൽ സഭകളിൽ കാണുമ്പോൾ അങ്ങനെയായിട്ട് കാണുവാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നാം ഓരോരുത്തരും വളരണം. പക്ഷെ കർത്താവ് നമ്മുടെ ആ യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അത് അങ്ങനെയായിത്തീരണം. സഭയിലെ ഓരോ അംഗങ്ങളും, യൂണിവേഴ്സൽ ചർച്ചിലെ ഓരോ അംഗങ്ങളും ആത്മീക പക്വത പ്രാപിക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അന്യോന്യം കരുതുകയും അന്യോന്യം താങ്ങുകയും ചെയ്യുമ്പോൾ, അവനവന്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുമ്പോൾ സഭയുടെ പൂർണ്ണമായ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. നമ്മൾ ഈ ശരീരത്തിന്റെ അവസ്ഥയുടെ അതേ അനുഭവം തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്നത്. തലയിൽ നിന്ന് നാം ഓർഡർ സ്വീകരിക്കുക. തലയിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടുന്നാ ഓർഡർ സ്വീകരിക്കുന്നത്? നമ്മൾ വചനത്തിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുക. അത് അനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ അത് ആ സഭയുടെ ടോട്ടൽ ആയിട്ടുള്ള ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരും. ഓരോരുത്തരും താന്റെ ശുശ്രൂഷ ശരിയായി ചെയ്യുമ്പോൾ ശരീരം മുഴുവനും യോജിപ്പുള്ളതായി തീരുകയും അത് വളരുവാനായിട്ടും ഇടയായിത്തീരും. ഓരോ വിശ്വാസിയും വചനം വായിക്കുകയും പഠിക്കുകയും പൂർത്തി പ്രാപിക്കുകയും ചെയ്യുക. നീ ഒരാൾ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം, അത് ശരിയാ, അവര് പഠിച്ചോളും, കുഴപ്പമില്ല, ഞാനത് കേട്ടിരിക്കാമെന്നല്ല, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മൾ പറയുന്നല്ല ബെരോവയിലെ ഉത്തമന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അവർ ഉത്തമന്മാരെന്ന് എന്തിനാ വിളിക്കുന്നത്? തെസലോനിക്കയിലേക്കുള്ളവരെക്കാൾ തെസലോനിക്ക സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകാ സഭയാ. പക്ഷെ അവർ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഞങ്ങളിപ്പോൾ കാണാൻ പഠിക്കുന്ന തെസലോനിക്ക സഭ. അപ്പൊ അതുകൊണ്ട് തെസലോനിക്കയിലെ ആൾക്കാർ അവര് വചനം കേട്ട മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് കേട്ടവരാ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ബെരോവയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരാ. എന്തുകൊണ്ടാ? അവര് വചനം കേട്ടത് മാത്രമല്ല, ആരാ പ്രസംഗിച്ചത്? പൗലോസ്. എന്തോ ചെയ്ത്? അവര് വീട്ടിൽ ചെന്നിട്ട് നോക്കി അത് ശരിയാണോന്ന്. നമ്മള് എന്തോ ചെയ്യണം? അപ്പം വചനം പഠിക്കണം, പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. ഓരോ വിശ്വാസിയും വചനം പഠിക്കുകയും വായിക്കുകയും പരിജ്ഞാനം പ്രാപിക്കുകയും
അതുപോലെ പ്രാർത്ഥനയിൽ വളരുകയും വേണം. പ്രാർത്ഥനയും ദൈവവചന പഠനവും ആവശ്യമാണ്. അതിനെ രണ്ടിനെ ഒഴിച്ചു നിർത്താനായിട്ട് കഴിയുകയില്ല. വചനം നല്ലോണം ചിലവർ ഭയങ്കര സമയമെടുത്ത് പ്രാർത്ഥിക്കും. 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ പ്രാർത്ഥിക്കും. 4 മണിക്കൂർ എന്നോട് പറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോ. പക്ഷേ 2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ 2 മണിക്കൂർ വചനം പഠിക്കാനും നമ്മൾ എടുക്കണം. വചനം പഠിക്കാൻ 4 മണിക്കൂർ എടുക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാനും നമ്മൾ അതിനോട് സമയം എടുക്കണം. അത് രണ്ടും ബാലൻസ് ആയിട്ട് പോകണം. കാരണം ആ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്, ബ്രെയിനിൽ നിന്ന് ഓർഡർ ലഭിക്കുന്ന ഈ പ്രാർത്ഥനയിലൂടെയും നമ്മൾ ചോദിക്കുക. പ്രാർത്ഥനയിൽ അതുപോലെ ദൈവം നമ്മുടെ മനസ്സിൽ ചോദിക്കാനായിട്ട് കാര്യങ്ങളെ നമുക്ക് തരും. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ കർത്താവെ അവരെ നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയും കർത്താവ് നമ്മളോട് പറയും, അവരെ അവരെ നന്നാക്കാനല്ല, നീ നിനക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കും. നമ്മൾ ഒന്നുമില്ല, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾക്ക് വിഷമം വന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, നമുക്ക് മനസ്സിന് വിഷമമുള്ള ഒരു സമയത്തായിരിക്കും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആരെങ്കിലും നമ്മളെ വഴക്ക് പറയും, അങ്ങനെയെങ്കിലും നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം കുറച്ചു നേരം ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കെയർഫുള്ളായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് തന്നെ പറയും ആയിരിക്കുന്ന രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ അവരെ അവിടെ ആക്കിയിരിക്കാൻ നീ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നീ അവരെ വളർത്താൻ ശ്രമിക്കണ്ട, നീ വളരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നത്. പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റം വരും. വചനം പഠിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മളെ സംസാരിക്കും. അങ്ങനെ വചന പഠനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പം ശരിയായ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. ഇനി ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവരിൽ സഭയുടെ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന് ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യും. ക്രിസ്തുവിൽ വസിക്കാത്തവർ അല്ല വസിക്കുന്നതെങ്കിൽ, അപ്പം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞതുപോലെ മുന്തിരിവള്ളിയിൽ നിന്ന് ഞാവൽപ്പഴമൊന്നും ഉണ്ടാകത്തില്ല, ഓറഞ്ചൊന്നും ഉണ്ടാകത്തില്ല. മുന്തിരിയിൽ ഇരിക്കുന്ന മുന്തിരി കൊമ്പിന് മാത്രമേ മുന്തിരി കായ്ക്കാനായിട്ടൊക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുകയാണെങ്കിൽ മാത്രമേ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ക്രിസ്തുവിൽ വസിക്കണം നമ്മള്. അതുമൂലം നാം സ്നേഹത്തിലും ഐക്യതയും വളരുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. വചനം, പ്രാർത്ഥന എന്നിവയിലൂടെ നമ്മൾ വളർച്ച പ്രാപിക്കും. ക്രിസ്തുവില്ലാത്ത സഭയ്ക്ക് വളർച്ച പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. സംഖ്യയിൽ വളരുമായിരിക്കും, പക്ഷെ ആത്മീകമായി വളരുകയില്ലായിരിക്കും. ലോക്കൽ സഭ വളരുമായിരിക്കും, പക്ഷെ യൂണിവേഴ്സൽ ചർച്ച വളരുകയില്ല. അപ്പൊ ഓരോ അംഗങ്ങൾ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുകയും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ടാകുകയും തമ്മിൽ കൂട്ടായ്മ ഉണ്ടായി. ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടിരിക്കും, നമ്മൾ തമ്മിലും ബന്ധപ്പെട്ടിരുന്നാൽ മാത്രമേ ശരിയായ ഐക്യത ഉണ്ടാകുവാനായിട്ട് കഴിയൂ. അങ്ങനെയാകുമ്പോൾ ഉപദേശത്തിന്റെ ഓരോ കാര്യങ്ങൾ നാം അലഞ്ഞുലഞ്ഞു പോകുവാനായിട്ട് ഇടയായിട്ടില്ല. അപ്പം ഓരോ അംഗത്തിൻ്റെയും ഫോക്കസ് ആരിലായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. അപ്പം ക്രിസ്തുവായിരിക്കണം. നിർത്തുകയാണ്. അപ്പോൾ ഓരോ അംഗങ്ങളും ക്രിസ്തുവിലും ക്രിസ്തുവിനോളവും വളരണം. എന്നുവരെ വളരണം? ക്രിസ്തുവിനോളം നാം ആകുന്നത് വരെ നാം വളരണം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതിനുമായി ക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ നമുക്ക് ആ ബിരുദു പ്രാപിപ്പാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഐക്യതയിൽ വളരണമെങ്കിൽ നാം തലയായവനിൽ നിന്ന് നാം ഓർഡർ സ്വീകരിച്ച ശരീരത്തിന്റെ ഓരോ അംഗങ്ങളും അവർക്ക് നൽകിയിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ സഭയുടെ, ആഗോള സഭയുടെ, യൂണിവേഴ്സൽ ചർച്ചിന്റെ ആ ഒരു ഐക്യതയിലും വളർച്ചയ്ക്കും ആത്മീകമായി പരിപോഷണത്തിനും കാരണമായി തീരും. നമുക്ക് തന്നെത്താൻ വളരുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ
മാത്രമേ നമുക്ക് വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം ക്രിസ്തുവിൻ്റെ വചനം സ്ഥിരമായി പഠിക്കുമ്പോൾ ആ വചനത്തിൽ വളരുവാനായിട്ട് കഴിയും. ക്രിസ്തുവിലും ക്രിസ്തുവിനോളം വളരുവാനായിട്ട് കഴിയും. അതാണ് ദൈവം നമ്മളെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ദൈവത്തിന് വേറെ ഒരു ഉദ്ദേശവും നമ്മെക്കുറിച്ചില്ല. അതിനുവേണ്ടി ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.